പ്രൈസ് ലോർഡ്. ഇന്ന് മെയ് 1 തീയതി വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ വണക്കമാസം തുടങ്ങുന്ന ദിവസം. ഈ മാസം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് നാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 30 വാക്യത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ മറിയത്തോട് പറയുന്നു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് വേർഷനിൽ Greetings, favored one, the Lord is with you, and you have found favor in the sight of God. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഫേവറേറ്റ് ചൈൽഡാണ് പരിശുദ്ധ മറിയം. സാധാരണ നമ്മുടെ കുടുംബത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. എത്ര മക്കളുണ്ടെങ്കിലും ഒന്നിൽ കൂടുതൽ മക്കളുള്ളിടത്ത് ഒരു മകനോടോ ഒരു മകളോടോ അമ്മയ്ക്കോ അപ്പനോ ഒരു പ്രത്യേക താല്പര്യമുള്ള ചില കാര്യങ്ങൾ കാണാറുണ്ട്. ആ താല്പര്യം വരുന്നത് ആ മകൻ അല്ലെങ്കിൽ ആ മകൾ എപ്പോഴും അവരുടെ ഓരം ചുറ്റി നടക്കും, അവരുടെ അടുത്തുണ്ടാകും. എപ്പോഴും ആ മകൻ അല്ലെങ്കിൽ ആ മകൾ അമ്മയോടോ അപ്പനോടോ വളരെ സമ്പർക്കം പുലർത്തുന്നു, സ്നേഹ സമ്പർക്കം പുലർത്തുന്നു. എപ്പോഴും അവർ സംസാരിക്കുന്നു, അവർ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ഫേവറേറ്റ് ചൈൽഡ് ആകാൻ പരിശുദ്ധ മറിയം വിളിക്കപ്പെട്ടത് എങ്ങനെ? പരിശുദ്ധ മറിയം പ്രാർത്ഥനയിലൂടെ, തൻ്റെ ഭക്തിയിലൂടെ ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ കൂടെ നിന്നവളാണ്. ദൈവത്തിൻ്റെ കൂടെ ദൈവം എന്താണ് എന്നോട് പറയുന്നത് എന്ന് കാതോർത്തിരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ മറിയം തൻ്റെ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. തൻ്റെ മനസ്സ്, തൻ്റെ ശരീരം എല്ലാം ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ്. അതാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളായി പരിശുദ്ധ മറിയം മാറിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഫേവറേറ്റ് ചൈൽഡ്. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്, ഈ വണക്കമാസം തുടങ്ങുന്ന ഈ ദിവസം നമ്മോട് പറയുന്നത് ഇതാണ്: നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഫേവറേറ്റ് ചിൽഡ്രൻ ആകാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളും മകനുമായി ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, കൂടെ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ള ആ ദൈവത്തിൻ്റെ കൂടെ നാം ആയിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറുന്നു, സംശയങ്ങൾ മാറുന്നു, ധൈര്യം വരുന്നു, സന്തോഷം വരുന്നു, ആനന്ദം വരുന്നു. ഇതാണ് ഇന്ന് പരിശുദ്ധ മറിയം നമ്മോടും സംസാരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക. ഇതെങ്ങനെ സാധിക്കും? ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ പ്രാർത്ഥനയിലൂടെ, ദൈവ വചന ധ്യാനത്തിലൂടെ, ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മ ഇസ്രായേൽ ജനങ്ങൾക്ക് മുഴുവനും മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരുന്നു.
രക്ഷകൻ വരണം, ഇസ്രായേൽ ജനത രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരു രക്ഷകൻ അവർക്ക് വരണം. ഈ ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മ ഒരു രക്ഷകനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പ്രാർത്ഥനയിലും ഭക്തിയിലും പരിശുദ്ധ അമ്മ ഒത്തിരി പക്വത പ്രാപിച്ച ഒരു വ്യക്തിയാണ്. സ്വയമേ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി, ഇസ്രായേൽ ജനത്തിന് മുഴുവൻ വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർക്ക് രക്ഷകനെ ലഭിക്കണം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്കും എടുക്കാം. മേരി ക്വീൻ ഓഫ് ഇന്റർസെസേഴ്സ് എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. പ്രേ ഫോർ us. മേരി ക്വീൻ ഓഫ് ഇന്റർസെസേഴ്സ്, പ്രേ ഫോർ us. മധ്യസ്ഥ പ്രാർത്ഥന ആദ്യം നാം പഠിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടേതാണ്. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ വണക്കമാസത്തിൽ, ഈ മെയ് മാസം മുഴുവനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മധ്യസ്ഥ പ്രാർത്ഥനയിൽ വ്യാപൃതരായിരിക്കുക. ആർക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കണം? ആദ്യം നമ്മുടെ ഭവനത്തിലുള്ളവർക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക്, നമ്മുടെ മക്കൾക്ക്. നമുക്ക് ആരോടൊക്കെ വേദനയോ വിഷമങ്ങളോ ഉണ്ട്, ആരോടൊക്കെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടോ, എല്ലാവർക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കുക. നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി ഈശോ പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇന്ന് ഈ രാജ്യം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം. അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രീയ അധികാരികൾക്ക്, മതപരമായ അധികാരികൾക്ക് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിലുള്ള അധികാരികൾക്ക്, കുടുംബം നയിക്കുന്നവർക്ക് എല്ലാം വേണ്ടി മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ ഈ വണക്കമാസം, മാതാവിനെ ആചരിക്കുന്ന ഈ മാസം നമുക്ക് പ്രയോജനപ്പെടുത്താം. കൂടുതൽ സമയം മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുക. എങ്ങനെയാണ്? ദൈവമേ, എൻ്റെ ഈ സഹോദരൻ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മകൻ, മകൾ, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ, എൻ്റെ അയൽവാസി, എൻ്റെ ശത്രു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുക. ദൈവത്തിന് നിങ്ങൾ മുൻപിൽ, ദൈവത്തിന് നിങ്ങളെ തന്നെ അവൈലബിൾ ആക്കുക. ടു ബി വിത്ത് ദ ലോർഡ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി നാം മാറണം. ഇത് ദൈവത്തോട് കൂടെ ആയിരിക്കുക. ഇത് പരിശുദ്ധ അമ്മയുടെ മാതൃക എടുത്തിട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് കൂടെ ആയിരിക്കുക. ഈ മാസം അതിനുവേണ്ടി നീക്കിവെക്കാം. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്നും കലഹം മൂലം വിട്ടകന്നു പോയവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയവർക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുക. നമ്മുടെ പൂർവികർക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുക. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയിലും ഭക്തിയിലും ദൈവത്തോട് കൂടെയായിരിക്കുക. ഇതിനായി ഈ മാസം നമുക്ക് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താം. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയും ദൈവവചന പ്രഘോഷണവും ഇതിനായി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ നിരന്തരം ഈ പ്രാർത്ഥനകൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കൂടുതൽ പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം, ദൈവത്തോട് കൂടെയായിരിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, പരിശുദ്ധ അമ്മ അങ്ങയുടെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയതുപോലെ ഇന്ന് ഞാനും എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, മക്കൾ,
യുവതി യുവാക്കൾ, വയോവൃദ്ധർ എല്ലാവരും പിതാവേ, പരിശുദ്ധ മറിയത്തെ പോലെ അങ്ങയുടെ സന്നിധിയിൽ കൃപ കണ്ടെത്തുന്നവരായി മാറാൻ ഈ പരിശുദ്ധമായ മാതാവിനെ വണങ്ങുന്ന ഈ മാസത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മെയ് മാസം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, ഞങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി, ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി, ഞങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് ദൈവമേ, അങ്ങയോട് കൂടെയായിരിക്കുവാൻ, അങ്ങയുടെ സന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ ഇന്നും ഈ മാസം മുഴുവനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയോടൊപ്പമായിരിക്കുവാൻ, അങ്ങയുടെ സന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ കമന്റ് സെക്ഷനിലൂടെ, ഇമെയിലിലൂടെ അവർ എഴുതി അറിയിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരുടെ ഹൃദയത്തിലുള്ള ആ പ്രാർത്ഥന നീ ഏറ്റെടുത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മക്കൾക്ക് നീ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനെ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ രക്ഷയുണ്ടാകാൻ, രക്ഷകനെ അനുസരിക്കുവാൻ, രക്ഷകനെ സ്വീകരിക്കുന്നതിനും അറിയുന്നതിനും രക്ഷകനോട് കൂടെ ആയിരിക്കുന്നതിനും പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ വണക്കമാസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്കും നമ്മുടെ കുടുംബത്തിനും നിരന്തരമായി നൽകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.